തിരുവനന്തപുരം SCT ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശം. ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, യുവതിയുടെ മരണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇപ്പോൾ വിദഗ്ധ സമിതി അടക്കം രൂപീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക? ആരൊക്കെയാണ് വിദഗ്ധ സമിതിയിലുള്ളത്? അതുതന്നെയാണ്. അതായത് ഇന്നലെയാണ് ഈ പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട യുവതി കടുത്ത പനിയെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. 22-നാണ് ഈ തിരുവനന്തപുരം കരേറ്റി സ്വദേശിയായ യുവതി തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ഈ ശിവപ്രിയ ആശുപത്രിയിൽ പ്രസവിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവിക്കുന്നത്. അതിനുശേഷം 25-ന് ആശുപത്രി വിടുകയും ചെയ്തു. 26-നാണ് വീണ്ടും പനിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് വീണ്ടും SIT ആശുപത്രിയിൽ തന്നെ വീണ്ടും പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ അണുബാധയുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെ അതിനുശേഷം ഇന്നലെയാണ് ഈ ശിവപ്രിയ മരണത്തിന് കീഴടങ്ങുന്നത്. ഏതായാലും ഈ ശിവപ്രിയയുടെ മരണത്തിന് കാരണം ഈ ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ആശുപത്രിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ബന്ധുക്കളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്നലെ തിരുവനന്തപുരം SIT ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. കുത്തിയിരുന്നായിരുന്നു അവർ പ്രതിഷേധിച്ചത്. ഈ ശിവപ്രിയ ജന്മം നൽകിയ കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിദഗ്ധ സമിതിയെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിയമിച്ചിരിക്കുന്നത്. 3 അംഗ വിവിധ സമിതികളെ വിവിധ മേഖലകളിലെ വിദഗ്ധരാണ് ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ SIT ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു ആരോപണത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ തന്നെ അവർ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തങ്ങളുടെ ഭാഗത്തു നിന്നൊരു പിഴവും ഉണ്ടായിട്ടില്ല എന്നാണ് SIT ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 22-നാണ് ഈ ശിവപ്രിയ തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ശിവപ്രിയ കുഞ്ഞിന് ജന്മം നൽകുന്നത്. SIT ആശുപത്രിയിലായിരുന്നു തിരുവനന്തപുരത്ത്. അതിനുശേഷം 25-ന് പ്രസവാനന്തര ചികിത്സയ്ക്ക് ശേഷം 25-ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. 26-ന് വീണ്ടും പനി ആയതോടുകൂടിയാണ് 26-ന് വീണ്ടും ശിവപ്രിയയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ രക്തത്തിൽ അണുബാധയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ വെന്റിലേറ്റർ കഴിവെയാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഇന്നലെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാതെ വൈകുന്നേരത്തോളം രാത്രി ഇരുട്ടിയോളം പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ ചർച്ചക്കൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും തയ്യാറായത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം എന്നുള്ളൊരു കാര്യം കൂടി ചർച്ചയാകേണ്ടതുണ്ട്. ശരി, തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് അന്വേഷണം വിദഗ്ധ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനാണ് ആശുപത്രി ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം. ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം അടക്കം ഇന്ന് നടക്കും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.